ദുഃഖ സങ്കടമായി ഈ വേളയിൽ മേടിച്ചെടുത്ത് 2,80,000 രൂപ എപ്പോ തരുമെന്ന് ചേട്ടൻ ഈ പറയുന്നത്? ചേട്ടൻ തരത്തില്ല. ചേട്ടൻ എത്ര പേരെ പറ്റിച്ചു? ഇപ്പൊ തൃശ്ശൂരുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും എല്ലാം പറ്റിച്ചില്ല ചേട്ടൻ. ചേട്ടത്തി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഹിന്ദുവായ കൊല്ലം സുധി ഇതുവരെ പള്ളിയിൽ അങ്ങനെ പോയിട്ടുള്ള വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പള്ളിക്കാരനായ വ്യക്തിയോ പള്ളിയിൽ പോയി മാമോദീസ എടുത്ത ഒരു വ്യക്തിയോ ഒന്നും അല്ല ഈ കൊല്ലം സുധി. പക്ഷെ കൊല്ലം സുധിയുടെ സംസ്കാര ചടങ്ങുകൾ എങ്ങനെ പള്ളിയിൽ നിന്നും ബിഷപ്പ് അടക്കം വന്ന് ആ സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളൊക്കെ നടത്തി. എന്നാൽ നിങ്ങൾ അറിയേണ്ട കുറെ ഞെട്ടിക്കുന്ന സംഭവങ്ങളുണ്ട്. ഇതിന്റെ ഇടയിൽ സത്യം പറഞ്ഞ ഈ വാർത്തകൾ കണ്ട സമയത്ത് ഞാൻ തന്നെ കിളി പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് നടക്കാൻ പാടില്ലാത്ത അതിന്റെ എക്സ്ട്രീം ലെവൽ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫുള്ള് കാണുക, കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയുക. അല്ലാണ്ട് രേണു സുധിയെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിക്കാൻ വന്ന് മെഴുകേണ്ട ഒരു കമന്റ് ബോക്സ് ആയിട്ട് ഞാൻ ഇത് കണക്ക് കൂട്ടുന്നില്ല. ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയുക. അതാണ് എനിക്ക് മെയിനായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. നമുക്ക് നേരെ വിഷയത്തിലോട്ട് കടക്കാം. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഒരു ഹിന്ദു ആയിരുന്നു. ഈ ഹിന്ദു ആയിരുന്ന വ്യക്തിയുടെ സംസ്കാര ചടങ്ങ് നടത്താൻ, അതായത് ഒരു മാമോദീസ പോലും അദ്ദേഹം എടുത്തിട്ടില്ല. ആ സ്ഥിതിക്ക് എങ്ങനെയാണ് ഈ കൊല്ലം സുധിയുടെ സംസ്കാര ചടങ്ങ് നടത്താൻ ഒരു പള്ളിയുടെ ബിഷപ്പ് വന്നു? ആ ബിഷപ്പ് ആരാ, എന്താ, ഏവന? ഒരു ബിഷപ്പിനെ നോക്കിയിട്ട് ഏവനാന്ന് ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ അതിൻ്റെതായ തക്കതായ കാരണങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾ അങ്ങ് മനസ്സിലാക്കിക്കോ. റിഫോംഡ് ചർച്ച്, അതായത് ഒരു പള്ളിയിലും ഒരു അംഗീകാരവും ഇല്ലാതെ സ്വന്തമായിട്ട് ഞാൻ തന്നെ പള്ളിയിൽ അച്ഛൻ, ഞാൻ തന്നെ ബിഷപ്പെന്ന് പറഞ്ഞും കൊണ്ട് ഒരു സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തും കൊണ്ട് നടത്തുന്ന തട്ടിപ്പ് വീരൻ. ആദ്യം പാസ്റ്ററായിട്ട് ഉടലെടുത്തുകൊണ്ട് എന്നാൽ പിന്നെ സ്വയമേ ഒരു റിഫോംഡ് ചർച്ച് ക്രിയേറ്റ് ചെയ്ത് ബിഷപ്പായി മാറി. രേണു സുധി ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്ന ചർച്ചിലെ ബിഷപ്പാണ് ഈ പറയുന്ന നാറി ചാക്കോയാണ്. ഡോക്ടറേറ്റ്, വ്യാജ ഡോക്ടറേറ്റ്. സുരേഷ് ഗോപി പങ്കെടുത്ത ചടങ്ങിൽ പോയിട്ട് വ്യാജ ഡോക്ടറേറ്റ് കാണിച്ച് തട്ടിപ്പടക്കം നടത്തി അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പല തട്ടിപ്പ്, ലക്ഷങ്ങളുടെ തട്ടിപ്പ്. എന്തിന്? പല പള്ളിയിലച്ചന്മാരുടെ കയ്യിൽ നിന്നും, പല ബിഷപ്പുകളുടെ കയ്യിൽ നിന്നും, പല കുട്ടികളുടെ കയ്യിൽ നിന്നും, പല മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങളടക്കം തട്ടിപ്പ് നടത്തുന്ന ഒരുത്തൻ പലതവണ പല കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും വീണ്ടും ഇവനൊക്കെ പള്ളിയിലച്ചനായിട്ട് ഫേക്ക് ഐഡന്റിറ്റി രൂപീകരിച്ച് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്നു. അത്തരം പള്ളികളിൽ പോയിട്ട് രേണു സുധി പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദൈവമാണോ ഇരിക്കുന്നത്, കാലനാണോ ഇരിക്കുന്നത്, സാത്താനാണോ ഇരിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഇവനൊക്കെ ഏത് തരത്തിൽ എനിക്ക് പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയിപ്പോ വരുന്ന വഴിക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും ആദ്യം ഞാൻ ന്യൂസ് ഒന്ന് കൊടുക്കാം. അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുറിച്ചി സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത് മണിമല സ്വദേശിയായ ബിഷപ്പ് ചിങ്ങവനം പോലീസിന്റെ പിടിയിൽ. 2.5 ലക്ഷത്തിന്റെ കണക്ക് മാത്രമാണ് പുറത്തു വരുന്നത്. ഒരുപാട് ബിഷപ്പിന്റെ അടക്കം 10-13 ലക്ഷത്തിന്മേൽ തട്ടിപ്പുകൾ ഇവൻ നടത്തിയിട്ടുണ്ട്. ലോക ഫ്രോഡാ, ഒന്നൊന്നര ഫ്രോഡ്. ഈ കേസ് മാത്രമല്ല, തെങ്ങ് കയറ്റക്കാരനായ ഒരുത്തൻ ഇവന്റെ കൂടെ വേറൊരുത്തനുണ്ട്, അച്ഛനായിട്ട് അവന് നടക്കുകയാണ്. എല്ലാം ഇപ്പൊ ശരിയാക്കി തരാം. കോട്ടയം അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് കുറിച്ചി സ്വദേശിയിൽ നിന്നും 2.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ മണിമല സ്വദേശിയായ ബിഷപ്പ് പോലീസ് പിടിയിലായി. മണിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇവാഞ്ചിക്കൽ സഭയുടെ ബിഷപ്പ് മണിമല സ്വദേശി സന്തോഷ് പി ചാക്കോയെയാണ് ചിങ്ങവനം സ്റ്റേഷനിൽ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ VS അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. മാസങ്ങൾക്ക് മുൻപായിരുന്നു കേസിനാസ്പദമായ സംഭവം. മുൻപ് മറ്റൊരു സഭയിൽ വൈദികനായിരുന്നു. അത് സ്വന്തമായിട്ടൊക്കെ തന്നെ വൈദിക സെറ്റപ്പാണ്. അതായത് പാസ്റ്ററായിട്ടൊക്കെ ഇരുന്നിട്ട് അടുത്ത് റിഫോംഡ് ചർച്ച് ക്രിയേറ്റ് ചെയ്ത്, അതായത് ഒരു അംഗീകാരവുമില്ല, ഒരു സഭകളും അംഗീകരിച്ചിട്ടില്ല, ഒരു പള്ളിക്കാരും ഇവർ അംഗീകരിച്ചിട്ടില്ല. ആ ഒരു സെറ്റപ്പിലാണ്. ഇവർക്ക് ഒരു രീതിയിലുള്ള അംഗീകാരങ്ങളും ഇല്ല. എന്നാൽ സ്വന്തമായിട്ട് ചർച്ച ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ താണ്ടാ ഹീറോ എന്ന് പറഞ്ഞുകൊണ്ട് കയറി ഇരുന്നും കൊണ്ട് അടിക്കുന്ന കൊണക്കാണ് ഇവന്മാർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും മാത്രം നടത്തുന്ന കുറെ ഫ്രോഡ് ടീം വൈദിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുകയായിരുന്നു. ഇതിനിടെ കോട്ടയം കുറിച്ചി സ്വദേശിയിൽ നിന്നും അമേരിക്കയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഇയാൾ 2.5 ലക്ഷത്തോളം രൂപ വാങ്ങിയെടുത്തു. ഈ പണം തിരികെ ലഭിക്കുകയോ അമേരിക്കൻ വിസ ലഭിക്കുകയോ ചെയ്യാതെ വന്നതോടെ കുറിച്ചി സ്വദേശി പരാതിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ പരാതി നൽകിയിട്ടും ഇയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം മറ്റൊരു ഫോൺ നമ്പറിൽ നിന്നും പരാതിക്കാർ സന്തോഷ് പി ചാക്കോയെ ഫോണിൽ
ബന്ധപ്പെട്ടു. അതായത് ഇവൻ ഇപ്പൊ നല്ല അടിപൊളി കോടീശ്വരനായി മാറിയിട്ടുണ്ട്. ഒരുപാട് ഇന്നോവ കാറുകൾ അതുപോലെ ഒരുപാട് സെറ്റപ്പ് ഒക്കെ ആയി മാറിയിട്ടുണ്ട്. സ്വന്തം മക്കളെ അമേരിക്കയിൽ തന്നെ ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ പഠിക്കാനായിട്ടൊക്കെ വിട്ട് അങ്ങനെ ആ സെറ്റപ്പിലായിട്ടുണ്ട്. അത്രയും രീതിയിൽ അത്രയും കോടികൾ ഇവൻ തട്ടിയെടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതനുസരിച്ച് സന്തോഷ് പി ചാക്കോ കുറിച്ചു ഭാഗത്ത് എത്തി. ഈ സമയം സന്തോഷിനെ ചിങ്ങവനം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ VS അനിൽകുമാറിന്റെ SI വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. മണിമല, ചങ്ങനാശ്ശേരി, ചിങ്ങവനം, മണർക്കാട്, തൃശൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ പരാതി നിലവിലുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു. ഇങ്ങേര് നല്ല ഒന്നാം തരം ഫ്രോഡാണ്. അതുപോലെ ഒരു സർക്കുലർ ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ഷീറ്റാണ്. ഈ പ്രോഗ്രാം ഷീറ്റിൽ ഒരു ബിഷപ്പിന്റെ പേര് പറയുന്നുണ്ട്, ഓപ്പണിംഗ് പ്രെയർ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡേവിഡ് വരവക്കുയിൽ ലൂക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേര് കാണുന്നു. അതിനുശേഷം തീം പ്രസന്റേഷൻ ആണ് ബിഷപ്പ് ഡോക്ടർ പള്ളിത്താഴി സന്തോഷ് ചാക്കോ, അവനാണ് ലവൻ. ഈ ഡോക്ടർ ഡേവിഡിലെ ഇവൻ പണ്ട് തേങ്ങ വറക്കിക്കൊണ്ട് നടന്നവനാണ്, തെങ്ങ് വെട്ടും പരിപാടിയായിട്ട് നടന്നവനാണ്. ഒരു നിമിഷം കൊണ്ട് ഡോക്ടറേറ്റ് കിട്ടുന്നു, അതുപോലെ ബിഷപ്പായി മാറുന്നു. സ്കൂളിന്റെ വരാന്ത പോലും കാണാത്ത ഇവനൊക്കെ എങ്ങനെ ഡോക്ടറേറ്റ് കിട്ടി? വ്യാജ ഡോക്ടറേറ്റ്. സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു പ്രോഗ്രാമിന്റെ പ്രോഗ്രാം ലിസ്റ്റാണ്. ആ ലിസ്റ്റിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. നിങ്ങളൊന്ന് നോക്കണം. ഡോക്ടറേറ്റ്, വ്യാജ ഡോക്ടറേറ്റും കെട്ടിവെച്ചും കൊണ്ട് നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടികൾ നടത്തുന്നുണ്ട്. ഇനി ഈ ബിഷപ്പ് ഉണ്ടല്ലോ, ആദ്യത്തെ മറ്റേ ചാക്കോണ്ണന്റെ ഒരു സംഭവം ഞാൻ കൊടുക്കാം. വാറന്റ് ഓഫ് അറസ്റ്റ് നോൺ ബെയിലബിൾ 8/8/2014 ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പത്തനംതിട്ട. ഡോളർ ചെക്ക് തട്ടിപ്പ് വീരൻ സന്തോഷ് പി ചാക്കോ. അതായത് 8/8/2014 നടന്ന സംഭവമാണ്. വ്യാജ ഡോളർ ചെക്ക് റാന്നിയിലുള്ള തോമസ് ഫിലിപ്പ് മരംകൊള്ളി എന്ന് പറയുന്ന ബിഷപ്പിൽ നിന്നും 13 ലക്ഷത്തിന്റെ ഡോളർ ചെക്ക് തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത്. ആ ബിഷപ്പ് ഇപ്പം നിലവിൽ മരിച്ചുപോയി. ആ ബിഷപ്പിന് 13 ലക്ഷത്തിന്റെ ഡോളർ ചെക്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ബിഷപ്പിൽ നിന്നും 10.5 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഒരു അംഗീകൃത സെറ്റപ്പും ഇല്ലാത്ത വ്യാജ നല്ല ഒന്നാം തരം ഫ്രോഡ് ടീംസാണ് യവന്മാര്. സന്തോഷ് പി ചാക്കോയുടെ മക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറും ഡോക്ടറായിട്ടൊക്കെ വിദേശത്ത് അടിപൊളിയായിട്ട് നീങ്ങി പോകുന്നുണ്ട്. ഇനി മറ്റൊരു ന്യൂസ് ഞാൻ കൊടുക്കാം. ബിഷപ്പിൽ നിന്നും പാസ്റ്റർ ചമഞ്ഞ് 10.5 ലക്ഷം തട്ടിയെടുത്ത്. ഇത് 25/10/2013 ന്യൂസാണ്. അങ്ങനെ പല ന്യൂസുകളും ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു. പാസ്റ്റർ ചമഞ്ഞ് ബിഷപ്പിൽ നിന്നും 10.5 ലക്ഷം തട്ടി. പത്തനംതിട്ട വ്യാജ ചെക്ക് നൽകി ആംഗ്ലിക്കൽ ബിഷപ്പിന്റെ കയ്യിൽ നിന്നും പാസ്റ്റർ ചമഞ്ഞ് 10.5 ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി. ആംഗ്ലിക്കൽ സഭയുടെ ട്രാവൻകൂർ കൊച്ചി ഡയോസിസ് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിനാണ് പണം നഷ്ടമായത്. ബിഷപ്പിന്റെ പരാതിയിന്മേൽ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ഇന്ത്യ സഭയുടെ സൂപ്രണ്ട് എന്ന പേരിൽ പണം വാങ്ങി ആനിക്കാട് പള്ളിത്താഴെ വീട്ടിൽ സന്തോഷ് ചാക്കോയ്ക്കെതിരെ പത്തനംതിട്ട പോലീസ് കേസെടുത്തു. കാലം ചെയ്ത ആംഗ്ലിക്കൻ സഭ ബിഷപ്പിന്റെ മാമിയുടെ മകൻ എന്ന പേരിലാണ് സന്തോഷ് ചാക്കോ പരിചയപ്പെടുന്നതെന്ന് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. തട്ടിപ്പ് സംബന്ധിച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു തട്ടിപ്പ് ആ സമയത്ത് നടത്തിയിട്ടുണ്ട്. നല്ല ഒന്നാം തരം ഫ്രോഡാണ് യവൻ. ബിഷപ്പിനെ കബളിപ്പിച്ച കേസിൽ പാസ്റ്റർക്ക് അറസ്റ്റ് വാറന്റ്. ഇത് 2014 13/8/2014. അങ്ങനെ നീണ്ട നിരയിലാണ് കേസുകളും കാര്യങ്ങളും നടക്കുന്നത്. ഇനി 25/10/2013 ആംഗ്ലിക്കൻ സഭ ബിഷപ്പ് പാസ്റ്റർ കബളിപ്പിച്ചെന്ന പരാതി, അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പരാതി. ഇങ്ങനെ പല രീതിയിൽ പല വർഷങ്ങളിലും പല ഷേപ്പിലും ഒക്കെ തട്ടിപ്പുകളും കാര്യങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് നാട്ടുകാർ പിടികൂടി നല്ല ഒന്നാം തരമായിട്ട് ഇവനെ ചമഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഇടിച്ച് പിഴിഞ്ഞ് സൂപ്പ് കുടിക്കുന്ന പരുവത്തിൽ നല്ലപോലെ പെരുമാറിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വീഡിയോ ഒന്ന് കൊടുക്കാം. കുറിച്ചിലുള്ള ജോർജിനെ, കുറിച്ചിലുള്ള അബിൻ ഗോപിയെ പറ്റിച്ച് ഞാൻ 2.5 ലക്ഷം രൂപ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് പറയണം. പറ്റിച്ചെന്ന് പറയാ 2 ലക്ഷം രൂപ വാങ്ങുമ്പോൾ തിരിച്ചു തരാമെന്ന് പറയും. ഞാൻ പറ്റിച്ചു നിങ്ങൾ പൈസ തരാം. ഞാൻ 6 പൈസ തരും. നിങ്ങൾ എവിടെ ചേട്ടൻ ഇവിടുന്ന് ചേട്ടൻ പൈസ തരുന്നത് എനിക്കറിയാം. അവരോട് ചേട്ടൻ എന്നെ ലോക്കാക്കിയത് നടക്കത്തില്ല. എനിക്ക് നാളെ 3 പറ്റത്തില്ല ചേട്ടാ. എന്നോട് ചേട്ടൻ ഞങ്ങളുടെ 2.5 ലക്ഷം രൂപ മേടിച്ചില്ലേ? ചേട്ടൻ ഞങ്ങളുടെ കാശ് മേടിച്ചില്ലേ? അതെങ്ങനെ എവിടുന്ന് തരും? എത്ര രൂപ ചേട്ടൻ മേടിച്ചു? 2.5 ലക്ഷം രൂപ മേടിച്ചെടുത്ത് 2,80,000 രൂപ എപ്പോ തരുമെന്ന് ചേട്ടൻ ഈ പറയുന്നത്? ചേട്ടൻ തരത്തില്ല. ചേട്ടൻ എത്ര പേരെ പറ്റിച്ചു? ഇപ്പൊ തൃശ്ശൂരുള്ളവരും തിരുവനന്തപുരത്തുള്ളവരും എല്ലാം പറ്റിച്ചില്ലേ ചേട്ടൻ? യവനാണ് കള്ള ബിഷപ്പും ചമഞ്ഞിരുന്നു കൊണ്ട് നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ച്. എന്തിന്? ഒറിജിനൽ ബിഷപ്പുമാരെ വരെ പറ്റിച്ചു. 10.5 ലക്ഷം 13 ലക്ഷം ഇതൊക്കെ കണക്കിൽപ്പെട്ട കേസുകളാണ്. ഇതുപോലെ കണക്കിൽപ്പെടാത്ത എത്ര പേരെ അവൻ പറ്റിച്ചു കാണും? ബിഷപ്പിന്റെ പേരും ചമഞ്ഞ് ദൈവപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നിന്നുകൊണ്ട് കാണിക്കുന്ന തന്തയില്ലാത്ത പരിപാടികൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ.
ഇത്രയും ഫ്രോഡ് പരിപാടി കാണിച്ചിട്ടാണ് ഇവനൊക്കെ ജീവിതത്തിൽ ജീവിച്ചു നിൽക്കുന്നത്. അതുപോലെ ഇവന്റെയൊക്കെ മക്കളങ്ങ് അമേരിക്കയിലും അങ്ങും ഇങ്ങും ഒക്കെ ആയിട്ട് അടിപൊളി ജീവിതങ്ങൾ നയിക്കുന്നു. 10 ഇന്നോവ കാർ നാട്ടില്, മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ അടിപൊളി ലൈഫുകൾ ഇവന്മാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നാട്ടുകാരെ മുഞ്ചിച്ചുള്ള പൈസയാണ്. ഇതെവിടെ ഇവനൊക്കെ ഒതവു? പല നാൾ കള്ളാൻ ഒരു നാൾ പിടിയും. ഇതായിരിക്കും ചിലപ്പോൾ അവന്റെ റൈറ്റ് ടൈം. ഇവിടെയാണ് നമ്മുടെ രേണുസുതി പ്രാർത്ഥിക്കാനായിട്ട് എന്നും പോകുന്നത് കാലന്റെ അടുത്ത്. ഇനി നേരത്തെ ഞാനൊരു സുരേഷ് ഗോപി പങ്കെടുത്ത പ്രോഗ്രാം ലിസ്റ്റിൽ വേറൊരുത്തന്റെ പേര് പറഞ്ഞ ഓർമ്മയുണ്ട? ഡോക്ടർ ഡേവിഡ് വരവുക്കയിൽ ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു തെങ്ങ് കയറ്റക്കാരൻ ഡോക്ടറേറ്റായി ബിഷപ്പായി മാറിയ ചരിത്രം ഞാൻ പറഞ്ഞില്ലേ? യവനെ പറ്റിയിട്ടുള്ള ന്യൂസും ഞാൻ കാണിച്ചു തരാം. ഇവന്മാരെല്ലാം ഫ്രോഡ്, ഇവന്മാരെല്ലാം കൂട്ടത്തോടെ എന്നുള്ള ഫ്രോഡ് പരിപാടികളാണ് കാണിക്കുന്നത്. മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് സ്ഥിരം തട്ടിപ്പ് നടത്തുന്ന വ്യാജ ബിഷപ്പ് പോലീസിന്റെ പിടിയിലായി. MDക്ക് പ്രവേശനം വാങ്ങി നൽകാമെന്ന് പറഞ്ഞാണ് ഇദ്ദേഹം 30 ലക്ഷം രൂപ തട്ടിയെടുത്തത്. ബിഷപ്പുധാരിയായ ഡേവിഡ് വി വിലൂക്കോസിനെയാണ് ബാംഗ്ലൂരിൽ നിന്ന് വഞ്ചൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടല്ല, ഇതാണ് ആ ലൂക്കോസ് അണ്ണൻ തെങ്ങേറ്റക്കാരനായിരുന്നു. ഇവൻ ഒരു സുപ്രഭാതത്തിൽ സ്കൂളിന്റെ വരാന്ത പോലും കണ്ടിട്ടില്ലെങ്കിലും ബിഷപ്പായി മാറി. ഇവനൊക്കെയാണ് ബിഷപ്പ്. ഇവനായിരുന്നു ഞാൻ ഒരിക്കലും ബഹുമാനത്തോടെ സംസാരിക്കേണ്ട കാര്യമില്ല. തട്ടിപ്പ് വീരൻ, കള്ളന്മാര്, ഇവന്മാരെന്തിനു ഞാൻ ബഹുമാനിക്കണം? വ്യാജ ബിഷപ്പും ചമഞ്ഞും കൊണ്ട് നടത്തിയിട്ടുള്ള തട്ടിപ്പ് റിഫോംഡ് ചർച്ചാണ്. അതായത് ഒരു പള്ളിക്കാരും അംഗീകരിച്ചിട്ടില്ലാത്ത ബിഷപ്പ്, സ്വന്തമായിട്ട് ബിഷപ്പ് ചമഞ്ഞ് ആ ഒരു സെറ്റപ്പാ. അങ്ങനത്തെ ഫ്രോഡ് പരിപാടി. യവനാണ് കൊല്ലം സുധിയുടെ ചടങ്ങ് നടത്തിയിട്ടുള്ളത്. ചടങ്ങെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സംസ്കാര ചടങ്ങ് നടത്തുന്ന സമയത്ത് എന്തുകൊണ്ടാണ് യവൻ അവിടെ എത്തിയെന്നുള്ളൊരു ചോദ്യമുണ്ട്. സുധി ജീവിച്ചിരുന്ന സമയത്ത് കോമഡി സ്റ്റാർസുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെയോ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു ഇവനുമായിട്ടുള്ള ചർച്ചാ ടീം. ആ ഒരു ബന്ധം വെച്ചിട്ടാണ് സുധിയുടെ ചടങ്ങ് മൊത്തം ഇവൻ ഏറ്റെടുത്ത് നടത്തിയത്. ഇത് ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഇവനെ 10 പേര് ശ്രദ്ധിക്കും എന്നുള്ളൊരു കാര്യം അവനറിയാം. കുറച്ചുകൂടി ആൾക്കാരിലേക്ക് ഇവന്റെ ഫേസ് വാല്യൂ എത്തും. അങ്ങനെ കുറെ തട്ടിപ്പും കൂടി നടത്താം എന്നുള്ളൊരു ഇതും കൂടി അവന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുവായ സുധി, ഒരിക്കലും ജാതി മതവും പറഞ്ഞ് ഞാൻ വേർതിരിക്കുന്നതല്ല, പക്ഷെ ഹിന്ദുവായ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി, ഒരു മാമോദീസ പോലും എടുക്കാത്ത വ്യക്തി, ആ വ്യക്തിയെ അടക്കാൻ വേണ്ടിയിട്ട് ബിഷപ്പ് വന്നു. ഏത് ബിഷപ്പ്? ഫ്രോഡ് ബിഷപ്പ്. റിഫോംഡ് ചർച്ചിലെ ഫ്രോഡ് ബിഷപ്പാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അന്നത്തെ ദുഃഖസംഗമായിരിക്കുന്ന ഈ വേളയിൽ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. സർവശക്തനായ ദൈവം സകലരെയും ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കണ്ടല്ലോ, അപ്പുറത്ത് വെള്ളയായിട്ട് മയക്കും വെച്ചോണ്ടിരിക്കുന്നതിന് ഞാൻ ഈ കാണിച്ചു തരാം. യവൻ തന്നെ മറ്റേ ജട്ടിത്താടിയും വെച്ചോണ്ട് നിൽക്കുന്ന യവൻ തന്നെ കള്ള ബിഷപ്പ്. നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ച് ലക്ഷങ്ങൾ തട്ടിയെടുത്ത് സ്വന്തം വീർപ്പിച്ച കള്ളൻ. അത് തന്നെയാണ്. അതിന്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഞാൻ ഒരു വീഡിയോ കൂടി കൊടുക്കാം. മാത്യൂസ് പാരിഷ് കുളിച്ചുരത്തിലെ പൊതുദർശനത്തിന് ശേഷം തൊട്ടക്കാട് റിഫോംഡ് ആംഗ്ലിക്കൻ ചർച്ച് സെമിത്തേരിയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. സുദിഷ ധർമ്മ നൽകും കൂടുതൽ വിവരങ്ങൾ. അവിടെ നിന്നും സുദിഷ, സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോഴും അണമുറിയാത്ത രീതിയിൽ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. പ്രിയ സുധിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി. എടാ, നിനക്കൊക്കെ ഉളുപ്പില്ലടാ ഇങ്ങനെ നാട്ടുകാരെ മൂഞ്ചിച്ച് സ്വന്തം വീർപ്പ് നിറയ്ക്കാൻ വേണ്ടിയിട്ട്? ഇത്രയും അന്തസ്സില്ലാത്ത പരിപാടികളല്ലേ? ഒരുപാട് പേരെ പറ്റിച്ചും വെട്ടിച്ചും തട്ടിച്ചും നീയൊക്കെ വീർപ്പിച്ചെടുത്ത ഈ വീർപ്പ ഇതുപോലെ പൊട്ടിത്തെറിക്കും. നീയും ഡേവിഡ് അണ്ണനും രണ്ടും കൂടി ഡോക്ടറേറ്റ്. ആരുടെ D6 വിട്ട് കഴിഞ്ഞാൽ ഡോക്ടറേറ്റ് ആയ കൊള്ളാല്ല അല്ലേ? ഇവനൊക്കെ എന്ത് ചെയ്താൽ ചിലവാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒന്നാം തരം ഫ്രോഡുകൾ. പൊങ്ങാന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് രേണുസുതി താമസിച്ചിരുന്നത്. ആ സമയത്ത് രേണുസുതി പെന്തക്കോസ്റ്റിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. എന്നിട്ട് ആണ് യവനിലോട്ട് ചാടിയത്. ഇവനും ആദ്യം പെന്തക്കോസ്തായിരുന്നു. ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഈ വെട്ടിപ്പുകാരൻ, ഇവൻ പെന്തക്കോസ്തായിരുന്നു. പിന്നെയാണ് ഇവൻ റിഫോംഡ് ചർച്ചിലോട്ട് മാറി സ്വന്തമായിട്ട് പള്ളിയൊക്കെ ഉണ്ടാക്കി ഇവൻ തന്നെ ദൈവം, ഇവൻ തന്നെ ആ ഒരു സെറ്റപ്പിലോട്ട് മാറി തട്ടിപ്പും മൂഞ്ചിപ്പും ഒക്കെ തുടങ്ങിയത്. നെടുങ്കുന്നിൽ തെങ്ങ് കയറിക്കൊണ്ട് നടന്നവനായിരുന്ന ആ ഡേവിഡ്, യവനാണ് ഇപ്പം ബിഷപ്പായി മാറിയത്. ഡോക്ടറേറ്റും കിട്ടി. സ്കൂളിന്റെ വരാന്ത കണ്ടിട്ടില്ല അവൻ. പിന്നെ അതുപോലെ തന്നെ ഈ ചാക്കോ ബിഷപ്പിന്റെ സഹോദരന്റെ പേരിൽ തമിഴ്നാട്ടിലൊക്കെ മാവക്കുള്ള ഏക്കർ കണക്കിന് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് അതും അറിയാൻ സാധിച്ചിട്ടുള്ളത്. മൊത്തത്തില് ഒരുപാട് വെട്ടിപ്പും തട്ടിപ്പും നടത്തി കുറെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നാട്ടുകാരെ മൂഞ്ചിച്ച് നല്ലോണം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതെല്ലാം കൊള്ളാം. ഇതിന്റെ ഇടയിൽ കൊല്ലം സുധി മരിക്കുന്നതിനൊക്കെ 1-2 മാസം മുന്നെയാണ് ഇവനെ പരിചയപ്പെടുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള ബന്ധം, എന്താണ് ഇവർ തമ്മിലുള്ള ഡീലെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അത് ഇവനെ പിടിച്ചിടിച്ചാൽ തന്നെ അവന്റെ വായിന്ന് വരും. അതുപോലെ രേണുസുധി റീസെന്റ് ആയിട്ട് അവന്റെ ചർച്ചയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവനെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പൊ രേണുസുധിയെ കാണാനുമില്ല. എവിടെ പോയെന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും കൊള്ളാടെ. രേണുസുധി തൊട്ടതെല്ലാം പൊന്നെന്ന് പറയുന്ന പോലെ എല്ലാം എന്തൊക്കെയോ ഒരു നിഗൂഢ നിറഞ്ഞ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ രേണുസുധി അല്ല ഞാൻ കുറ്റം പറയുന്നത് എങ്കിലും, പക്ഷെ കൊല്ലം സുധി മരിക്കുന്നതിന് 2 മാസം മുന്നേ ഇവനുമായിട്ട് ചങ്ങാത്തം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായിരുന്നു എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അതിന്റെ ഡീൽ എന്താണെന്നോ അല്ലെങ്കിൽ എന്താണോ ഇനി കൊല്ലം സുധിയുടെ
ആക്സിഡന്റ് എന്തെങ്കിലും പങ്കുണ്ടോ എന്നും അറിയാൻ പാടില്ല, ഒരു രീതിയിലും ഒന്നും അറിയാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ചാക്കോ എന്ന് പറയുന്ന നാറി കള്ള ബിഷപ്പില്ലേ, വ്യാജ ബിഷപ്പ്, ഇവൻ അന്ന് ആ കൊല്ലം സുധിയുടെ ചടങ്ങുകളും കാര്യങ്ങളും നടത്തിയതിന് അതിനുശേഷം ആ ചടങ്ങൊക്കെ തീർന്നതിന് ശേഷം 24 ന്യൂസുകാരോട് 1 ലക്ഷത്തിന് മേളിൽ രൂപ ചോദിച്ചിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം നിങ്ങൾ. വേറൊന്നുമല്ല, അവിടെ നടന്ന സംഭവത്തിന് ഇലവെന്ന് പറഞ്ഞും കൊണ്ടും അങ്ങനെ അവരോട് പോയി ചോദിക്കുകയും അവർ 5 പൈസ കൊടുക്കാതെ ഓട്ടിച്ച് വിട്ടതിന് ശേഷം പിന്നെ അങ്ങോട്ട് എത്തി നോക്കുക കാര്യങ്ങളൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നല്ല ഒന്നാം തരം ഫ്രോഡ് ടൈമുകൾ തന്നെയാണ്. എങ്ങനെ ഇതൊക്കെ വന്ന് എല്ലാം രേണുവിന്റെ തലയിൽ തന്നെ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ രേണു ഇപ്പോഴും ഇവന്റെ വള്ളിയിലാണ് പോകുന്നത്. 2013-ലും 2014-ലും ഇവന്റെയൊക്കെ വ്യാജ തട്ടിപ്പും പല കാര്യങ്ങളും എക്സ്പോസ് ആയിട്ടും ഇവന്റെയൊക്കെ പള്ളിയിൽ തന്നെ വീണ്ടും പോകുന്നുണ്ടെന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അവിടെ കാണാനായിട്ട് ദൈവമില്ല, അപ്പൊ പിന്നെ കാലനെ കാണാൻ തന്നെയാണ് ഇതൊക്കെ ഓരോന്നും പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിയ വീഡിയോ ഇടണം.